മദ്യാസക്തിയിലേക്ക് നയിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ നേരത്തെ ചർച്ചകളിലൂടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വെസ്റ്റേൺ ഡ്രിങ്കിങ്ങും നമ്മുടെ ഈസ്റ്റേൺ ഡ്രിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് പാരമ്പര്യമായിട്ടൊരു ഘടകം കൂടെയുണ്ട്. ഡോക്ടർ ഷാരോൺ മൊളീമിൻ്റെ സർവൈവൽ ഓഫ് സിക്കസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് വെസ്റ്റേൺ കൾച്ചറിൽ അവിടെ അർബനൈസേഷൻ വന്നപ്പോഴും ഈസ്റ്റേൺ കൾച്ചറിൽ അർബനൈസേഷൻ വരുമ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രശ്നമാണ്. ഈ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രശ്നം വരുമ്പോൾ വെസ്റ്റേൺ കൾച്ചറിലുള്ളവർ ചെയ്തിരുന്ന ഫെർമെൻറ്റേഷൻ ടെക്നോളജിയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിൽ ഏഷ്യൻ കൺട്രീസിലുള്ളവർ യൂസ് ചെയ്തിരുന്നത് ബോയിലിംഗ് ആണ്. അപ്പം നൂറ്റാണ്ടുകളായിട്ട് അവർ ഈ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് അവരുടെ ഡ്രിങ്കിങ് വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ജീൻ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാലും ടോക്സിക് സിംറ്റംസ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യത്തിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻസൈമിൻ്റെ അളവ് കുറവാണ്, ജീൻ കുറവാണ്. ഈ എൻസൈം ഉണ്ടാക്കുന്ന ജീൻ അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏഷ്യക്കാരനും ഇന്ത്യക്കാരനും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോക്സിക് സിംറ്റംസ് ഉണ്ടാകും. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ വരുന്ന തലമുറയെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഘടകമെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ജീനുകൾ ഇനി മലയാളിയുടെ തലമുറയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ, നമ്മുടെ ഇവിടെയും കൂടുതൽ ഈ മദ്യാസക്തി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മദ്യത്തിനെ മെറ്റബോളൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജീൻസ് നമ്മുടെ ബോഡിയിലും ഉണ്ടാകാം. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാം. അപ്പോൾ അത് ആസക്തിയിലേക്കും വേണമെങ്കിൽ നയിക്കാം. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ വശമാണ്. മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകൾ പിന്നെ മദ്യാസക്തി വിട്ടുമാറാത്തവരായി മാറുന്നതിന് ശാസ്ത്രീയമായ തലച്ചോറിൻ്റേതായ ചില പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില ഘട്ടങ്ങളിൽ മദ്യത്തിലേക്ക് ചെന്നു വീഴുന്ന ഒരാളിന് ഒരു മദ്യത്തിന് അല്ല അഡിക്ഷനിൽ വരാതിരിക്കണമെങ്കിൽ ഈ തലച്ചോറിൻ്റേതായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണം. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു ആസക്തി തോന്നിയാൽ അല്ലെങ്കിൽ അബദ്ധവശാൽ മദ്യപാനിയായി മാറുകയും പിന്നെ അത് ഒഴിവാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ആ രോഗി പാലിക്കേണ്ട ചിട്ടകൾ അല്ലെങ്കിൽ ആ വ്യക്തി? ഹോമിയോപ്പതിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞു ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ മൂലമാണ് അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥകൾ മൂലമാണ് ഒരാൾ വീണ്ടും വീണ്ടും മദ്യപിക്കാൻ പ്രേരിതനാകുന്നത്. അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അണ്ടർലൈങ് കോസസ്, അതായത് ഒരാളെ ആസക്തിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥകൾ. ഹോമിയോപ്പതി പൊതുവെ ശാരീരിക ലക്ഷണങ്ങൾക്ക് പുറമെ മാനസിക ലക്ഷണങ്ങളും വളരെയധികം ആഴത്തിൽ പഠിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ്. തീർച്ചയായിട്ടും ആ തരത്തിൽ ഒരാളുടെ വ്യക്തി സവിശേഷതകൾ പഠിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആ വ്യക്തിക്ക് അനുയോജ്യമായ ഒരു മരുന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ ഈ ഒരു മദ്യത്തിന് വേണ്ടിയുള്ള ക്രേവിങ്, അതിയായ ആഗ്രഹം മാറുമെന്നുള്ളതാണ് നമ്മുടെ ഈ പരിചയം നമ്മൾക്ക് നൽകുന്ന അനുഭവം. പുറമെ മറ്റ് അയാൾ പാലിക്കേണ്ട മറ്റ് എന്താ പറയുക മനസ്സിനെ ബാധിക്കുന്ന, ബ്രെയിനിനെ ബാധിക്കുന്ന മറ്റ് ചായ, കാപ്പി അല്ലെങ്കിൽ പുകയില ഇത്തരം സാധനങ്ങൾ വർജിക്കുന്നത് തീർച്ചയായിട്ടും ഡി അഡിക്ഷൻ സമയത്ത് വളരെ പ്രയോജനപ്രദമായി. ഈ ഡി അഡിക്ഷൻ വരാതെ തന്നെ മദ്യത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ക്രോണിക്കായി വരുന്നതും മിഡിൽ സ്റ്റേജിൽ വരുന്നതും ഒക്കെ വീണ്ടുമുള്ള ഘട്ടങ്ങളാണ്. ഇപ്പോൾ പ്രാഥമിക സ്റ്റേജിൽ തന്നെ ഞാൻ മദ്യം ഉപയോഗിച്ചു പോയി, ഇനി ഈ മദ്യം ഉപയോഗിക്കുന്നതിന് എനിക്ക് ദോഷമാണ് എന്ന് മനസ്സിലാകുകയും എന്നാൽ തലച്ചോറിൻ്റേതായ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി മദ്യാസക്തി ഉണ്ടാകുകയും ചെയ്യുന്നൊരു വ്യക്തി സ്വയം തന്നെ വിചാരിക്കുകയാണ്, വീട്ടിൽ ഇരുന്ന് വിചാരിക്കുകയാണ് എനിക്കിനി മദ്യം കഴിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ കഴിയും ഡോക്ടർ? തീർച്ചയായിട്ടും ആ മരുന്നിന് ഉപരിയായിട്ട് ആ ഒരു പ്രാവശ്യം ചെയ്തതിനുള്ള ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ അയാളത് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്കുണ്ടായ ആ ഗിൽറ്റി ഫീലിംഗ്, ആ ഉണ്ടായ തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഫീലിങ്ങിനുള്ള അത് മാറാനുള്ള മരുന്നും അയാൾക്ക് വീണ്ടും മദ്യപിക്കാതിരിക്കാനുള്ള ആ ടെൻഡൻസി, ആഗ്രഹം അത് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നും നൽകി വ്യക്തമായ രീതിയിലുള്ള ഉപദേശങ്ങളും അയാൾക്കുള്ള കൗൺസിലിങ്ങും ചെയ്തത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഉപദേശങ്ങളും കൊടുത്ത് ഈ സെൻറ്ററിൽ ഞങ്ങൾ കൗൺസിലിങ്ങും കൂടെ നടത്തുന്നുണ്ട്. കൗൺസിലിംഗ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് പൂർണ്ണമായിട്ടും അയാളുടെ ഗിൽറ്റി, അയാളുടെ തെറ്റ് ചെയ്തു എന്നുള്ള ഫീലിങ്ങിൽ നിന്നും അയാളുടെ തുടർന്ന് മദ്യപിക്കാതിരിക്കാനുമുള്ള ഇത് ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റാനായിട്ട് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം കൊണ്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഇത് ഒന്നാം ഘട്ടത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ മിഡിൽ സ്റ്റേജിലാകുമ്പോൾ മദ്യപാനി കുറച്ചുകൂടി ലക്ഷണങ്ങൾ കൂടും. എന്താണ് ഈ മദ്യപാനിയുടെ
ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലുണ്ടാകുന്ന ചേഷ്ടകൾ അല്ലെങ്കിൽ പ്രത്യേക ലക്ഷണങ്ങൾ എന്താണ്? ഇവിടെ ഞാൻ ഈ പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത്, അത് ഇതിനുള്ള ചികിത്സയിൽ ആദ്യം പറയുന്നത് എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുന്നു, അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമാണോ, അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും ബാഡ് അനുഭവങ്ങളാണോ, അത്തരത്തിലുള്ളൊരു മാനസികമായ അവസ്ഥയിൽ ചെന്നുപെടുന്ന വ്യക്തിക്കാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രശ്നം സംബന്ധിച്ചിടത്തോളം അല്ല സാർ, ആ പ്രശ്നത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായി, എന്തുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടായി, കുടുംബപരമായ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നമാണെങ്കിൽ, സാമൂഹികമായ പ്രശ്നമാണെങ്കിൽ, ആ പ്രശ്നത്തെ ആദ്യം വിലയിരുത്തി അതിന് വേണ്ടുന്ന ഉപദേശം അദ്ദേഹത്തിന് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും കൊടുക്കണം. കാരണം കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നവർ അദ്ദേഹത്തെ എപ്പോഴും ഒരു ഒറ്റപ്പെടുത്തലിലേക്ക് വരും. അപ്പോൾ അതുണ്ടാകാതെ മദ്യപാനാസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും ആ രോഗത്തെ ചികിത്സിക്കുന്ന സാധാരണ രോഗത്തെ ചികിത്സിക്കും പോലെ ചികിത്സിക്കേണ്ടതാണെന്നും അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളെയോ രോഗാവസ്ഥയിൽ എത്തുന്ന ഘട്ടത്തിലെത്തിയില്ല. അതെ, രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് പലപ്പോഴും മദ്യപാനം തുടങ്ങുന്നത് ഈ പറയുന്ന സോഷ്യൽ ഡ്രിങ്കിങ്ങിൽ നിന്നാണ്. ആർക്കെങ്കിലും ആൻസൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടായതിനു ശേഷം മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒരു പരിമിതമാണ്. എന്നാൽ പലരും മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒരു കൂട്ടുകെട്ടിൽപ്പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ഇതൊരു സാധാരണ സമ്പ്രദായമായി മാറുമ്പോൾ അവിടെ ഉപയോഗിച്ച് തുടങ്ങിയതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അനന്തരഫലമായിട്ടാണ് ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ മദ്യപാനം കേരളത്തിൽ വ്യാപകമായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ മദ്യപാനം തുടങ്ങുകയും അത് പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞ് ഒരു മിഡിൽ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അത്തരം രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഇതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് സാർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും. അതിൽ പ്രധാനമായും വരുന്നത് കുടുംബ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു. വ്യക്തിക്ക് അനിയന്ത്രിതമായ രീതിയിൽ വീണ്ടും മദ്യം കഴിക്കണമെന്നുള്ള ഒരു ആസക്തി നിലനിൽക്കുന്നു. രാവിലെ തന്നെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 1-2 പെഗ് കഴിച്ചാൽ മാത്രമേ ആ ജോലി അയാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിലെത്തുന്നു. കൂടാതെ തന്നെ എവിടെയൊക്കെ മദ്യം കഴിക്കാൻ ചാൻസ് ഉണ്ടോ അത്തരം ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരും. കൂടാതെ ശാരീരികമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിയും. ലിവർ സിറോസിസിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞപ്പിത്ത രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടൊക്കെ വരാം. പിന്നെ ആമാശയവുമായി ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോഴുണ്ടാവാം. മദ്യം കഴിക്കാതിരുന്നാൽ വയറിൽ പുകച്ചിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരാം. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായും രണ്ടാമത്തെ ഘട്ടത്തിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബ സാമൂഹിക പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതാണ് പ്രധാനമായും രണ്ടാമത്തെ ഘട്ടത്തിൽ കാണുന്നത്. മദ്യപാനം കൊണ്ട് ലക്ഷണം മാറി വരുന്നവരെ നേരിട്ടറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? മദ്യപിക്കുന്ന ആരെങ്കിലും അറിയാമോ? ഇല്ല. നല്ല സൗഹൃദങ്ങളാണ്. നന്നായിരിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ലക്ഷണമുള്ള ആരെങ്കിലും, നിങ്ങളെല്ലാം പല തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ്, ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരെ കാണാനോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഈ മദ്യാസക്തി കൊണ്ട് കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും രോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരെ കാണുന്നതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കൊടുത്തേ. വർഷം കൊണ്ട് ഞാൻ മദ്യം ഉപയോഗിക്കും. സിഗരറ്റ്, ബീഡി, കഞ്ചാവ് എല്ലാം. ഇപ്പൊ ഞാൻ ഹോമിയോ ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പൊ 30 വർഷമായി ഇത്തരത്തിലുള്ള ശീലമുണ്ട്. ഇപ്പൊ 2 മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരം ഹോമിയോ ഹോസ്പിറ്റലിൽ സവിരാജിന്റെ ഡോക്ടറിന്റെ ചികിത്സയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് പെട്ടെന്ന് ഇതൊരു ദോഷമാണെന്നും ഇതിനൊരു ചികിത്സ അനിവാര്യമാണെന്നും തോന്നുവാനുള്ള കാരണം എന്താണ്? തോന്നാനുള്ള കാരണം, ഞാൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്നിട്ട് ഞാൻ അറിയാതെ തന്നെ വീടിനെ കത്തിച്ചു. സ്വന്തം വീട്. അങ്ങനെ കത്തിച്ച് പോലീസ് കേസെല്ലാം ആയി.
അങ്ങനെ പിന്നെ കുടി നിർത്താൻ വേണ്ടി ഹോമിയോ ഹോസ്പിറ്റലിൽ എന്നെ ഉണ്ടാക്കി. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഇപ്പോൾ കുടുംബക്കാരെല്ലാം കൂടെ വന്ന് ഈ ചികിത്സയിൽ സഹകരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ട്, സവിരാജ് സാർ എന്ന് പറഞ്ഞിട്ട്, അയാളുടെ ചികിത്സയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ മദ്യപാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത തരത്തിൽ നമ്മൾ പലതും ചെയ്തു പോകുമെന്നാണോ ജീവിതത്തിൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഇപ്പം ലിവറിൽ കംപ്ലൈന്റ് ആയിരുന്നു, വീക്കം ഉണ്ടായിരുന്നു, കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഇപ്പൊ മാറി. എങ്ങനെയാണ് ആദ്യമായി മദ്യപാനം തുടങ്ങാനുള്ള കാരണം എന്താണ്? കൂട്ടുകാരന്മാരുടെ കൂടെ ചേർന്നാണ്. കൂട്ടുകാരന്മാരുടെ കൂടെ ചേർന്നാണ്. എന്തായിരുന്നു ജോലി? ജോലി കടലിൽ പണിക്കാരനാണ്. എന്താ? കടലിൽ പണിയാണ്. മീൻ പിടിക്കാൻ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടലിൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനമൊക്കെ ഇതിനു വേണ്ടി ചെലവാക്കുമായിരുന്നു, അതോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം അന്വേഷിക്കാൻ കഴിയുമായിരുന്നോ? കുടിയും വീട്ടിലുള്ള കാര്യം നോക്കും, കുടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ ഈ ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മദ്യം കഴിക്കുന്നത് ദോഷമാണെന്ന് പൂർണ്ണമായും ബോധ്യമായോ? ഇപ്പൊ ബോധ്യമായി. അപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അനുഭവസ്ഥനാണ് ഏറ്റവും നല്ല ഉപദേശം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവർ മദ്യം ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായാൽ അവർക്ക് എന്ത് ഉപദേശമാണ് ഒരു മദ്യത്തിൻ്റെ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിച്ച ആളെന്നുള്ള നിലയിൽ കൊടുക്കുവാനുള്ളത്? എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇതുപോലെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരാളിനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളെ ഹോമിയോ കോളേജിലെ ഡി അഡിക്ഷൻ സെന്ററിന്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചത്? ഏത് തരത്തിലാണ് അവർ പറഞ്ഞു മാറ്റിയത്? ഇതുപോലെ അവിടെ ഒരു കുടി നിർത്താൻ വേണ്ടി ഒരാൾ പോയി സുഖമായി വന്നതിന് ശേഷം അയാളിന് ഇപ്പോൾ കുടിക്കുന്നില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വേറൊരു പാർട്ടി പറഞ്ഞാണ് എന്നെ ഇവിടെ എൻ്റെ മക്കൾ കൊണ്ടാക്കിയത്. എവിടെ? എത്ര പ്രായമുണ്ട് എനിക്കാ? മക്കൾക്കെല്ലാം? മക്കൾക്ക് മൂത്തവന് ഒരു 34 വയസ്സാവും. ഇപ്പോൾ അച്ഛൻ്റെ ഈ മാറ്റത്തിൽ കുടുംബത്തിലാകെ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. സന്തോഷകരമായ കുടുംബജീവിതമാണ്. അപ്പോൾ ആർക്കെങ്കിലും അബദ്ധവശാൽ മദ്യത്തിന് അടിമയാകുവാൻ ഉള്ള ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം പറയുവാനുള്ളത് എന്താണ്? ഇതുവരെ പറയും കുടിക്കാൻ പാടില്ലെന്ന് പറയും. മാത്രവുമല്ല, എവിടെ പോകണം അവർ? തിരുവനന്തപുരം ഹോമിയോ ഹോസ്പിറ്റലിൽ പോയി ഈ ചികിത്സയ്ക്ക് വിധേയമായാൽ മാനസികമായ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഈ ഡോക്ടറെ കണ്ട് ഡോക്ടറുമായി സംസാരിച്ച് അവരുടെ ചികിത്സാ രീതികളുമായി. അതോ നിങ്ങളെ കുറ്റപ്പെടുത്തുമോ? ഇപ്പൊ എല്ലാം വീക്കം, കരളിന്റെ വീക്കം പോയി, കല്ല് പോയി, ലിവറിന്റെ കറകൾ പോയി, ഇപ്പൊ എല്ലാം ഇപ്പൊ സ്വതന്ത്രനായി. ഇപ്പൊ ഊർജ്ജസ്വലനായി ജോലി ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. കുടുംബത്തിനെയൊക്കെ നോക്കുവാനോ? ഇനിയും കുടിക്കൂല, ശപഥം ചെയ്ത്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി ചെയ്യണം. നാം സ്വയം നന്നാകുക, നമ്മുടെ കുടുംബത്തെ നന്നാക്കുക, നമ്മുടെ സമൂഹത്തെ നന്നാക്കുക. അപ്പോൾ അനുഭവസ്ഥനായ ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മദ്യാസക്തിക്ക് അടിമപ്പെട്ടവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും. അവരോടെല്ലാം തീർച്ചയായും ഈ സന്ദേശം എത്തിക്കുമല്ലോ. നന്ദി. ഇത്തരത്തിലുള്ള അനുഭവമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ? നന്ദുന് എത്ര വയസ്സുണ്ട് പ്രായം? എനിക്ക് 24 വയസ്സ്. നന്ദു എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്. ആട്ടോ ഡ്രൈവറാണ്. നന്ദു എങ്ങനെയാണ് ഒരു മദ്യപാനം തുടങ്ങാൻ കാരണം എന്താണ്? കൂട്ടുകെട്ടാണ്. കമ്പനി ചേർന്ന് വണ്ടി ഓടി കൂട്ടുകാർ മാറ്റി ചേർന്നു. നല്ല രസമായിരുന്നു ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇപ്പൊ വണ്ടി ആക്സിഡന്റ്, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി. പോകുന്ന സ്പീഡ് അറിയാൻ കഴിയില്ലല്ലേ? സ്പീഡ് കുഴപ്പമില്ലായിരുന്നു, അത് നല്ലവണ്ണം അടിച്ച് കണ്ടിരിക്കുമ്പോഴാണ് ചെന്ന് കൊണ്ട് കയറി. പിന്നെ വണ്ടി പിടിക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ ഇരുന്ന് അടിച്ചവനെ വിളിക്കുമ്പോൾ അവൻ വരൂല, നമ്മളെ ഇറക്കാൻ വരൂല. പിന്നെ വീട്ടുകാർ വന്നിരുന്നാലും അവരും നമ്മളെ കുറ്റപ്പെടുത്തി. കൂടെ ഇരുന്ന് അടിച്ചവൻ പോലും നമ്മളെ കുറ്റപ്പെടുത്താൻ അവരെ കൂടെ നിന്ന്. അവൻ നല്ലവനും നമ്മളെ കള്ളൻ. നമ്മളെ പൈസ കൊടുത്ത് നമ്മൾ മാറ്റി കൊടുത്തിട്ട് അവൻ നമ്മളെ വീട്ടുകാരോടെ വന്നിട്ട് നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. വണ്ടി ഓടിയാ ദിവസം എത്ര രൂപ കിട്ടുമായിരുന്നു? സ്വാഭാവികം 500 രൂപയ്ക്ക് വണ്ടി ഓടും. 500 രൂപയ്ക്ക് വണ്ടി ഓടും. 500 രൂപയ്ക്ക് വണ്ടി ഓടിയായി കൂട്ടുകാരുമായി മദ്യപിക്കുന്നതിന് മുമ്പ് എത്ര രൂപ വീട്ടിൽ കൊടുക്കുമായിരുന്നു? വീട്ടിൽ കൊടുക്കാറില്ല. അന്നേ കൊടുക്കില്ല. അതെന്താണ്? വീട്ടിൽ കൊടുക്കാനായിട്ട് നമ്മളടുത്ത് 4 കാര്യം പറഞ്ഞ് വീട്ടിൽ ചെന്ന് കയറണം. അമ്മ നമ്മളടുത്തൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഇല്ല, മദ്യപാനം തുടങ്ങുന്നതിന് മുമ്പ് മദ്യപാനം കറക്റ്റ് പൈസ കൊടുക്കുമായിരുന്നു. വീട്ടിൽ പൈസ മുഴുവൻ പൈസയും വീട്ടിൽ കൊടുക്കുമായിരുന്നു. മദ്യപാനം തുടങ്ങിയതിന് ശേഷം പൈസ കൊടുക്കാറില്ല. കാലിന്റെ എണ്ണം കൂടിയോ? കാലിന്റെ എണ്ണല്ല, വീട്ടിൽ പോണ കാലേ നോക്കാറില്ല. ഇല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെന്ന് കിടക്കുകയാണ്. പിന്നെ കാലത്തെണീക്കുമ്പോൾ ജീവൻ ഉണ്ടെന്നറിയാം. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിഷമം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ, അമ്മ, അച്ഛൻ, സഹോദരി. അതെ, അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ?
എന്താ അവരുടെ വിഷമം നന്ദു തിരിച്ചറിഞ്ഞോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് നന്ദു ഈ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിയത്? ഞാൻ ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരനെ അവിടെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോയി. കൂട്ടുകാരൻ അഡ്മിറ്റ് ആക്കാൻ എന്തിനാ പോയത്? വെള്ളമൊഴി. വലിയ കുഴപ്പമായിരുന്നു, നമ്മളെ നല്ലത്.